പൊതുവേ നമ്മുടെ യാത്രകളിൽ ഛർദി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിഹരിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് ഛർദി നിൽക്കാനുള്ള മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. ഇതൊക്കെയാണ് ചെയ്യുക. ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് ഗുണകരമായി തോന്നിയില്ലെങ്കിൽ നമ്മൾ യാത്രകളെ ഒഴിവാക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ ചെയ്യാറ്. ഇത് ശരിക്കും നമ്മളെ വയറ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഛർദി അനുഭവപ്പെടുന്നത്. ഇത് പരിഹരിക്കാനായി ആയുർവേദത്തിൽ ഒരു 3-4 പ്രയോഗങ്ങൾ ഞാൻ പറയാം. ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യരുത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഒരാൾ ചെയ്താൽ മതിയാവും. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും നിങ്ങളുടെ കിച്ചൺ ഫാർമസിയിൽ ചില സാധനങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് വെക്കുക. ആഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ അടുക്കള ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുക. അത് ഔഷധമൂല്യമുള്ളതാക്കി മാറ്റാം, നമുക്ക് ആരോഗ്യമുള്ളതായി നിലനിൽക്കാനും പറ്റും. അതിലാദ്യത്തെ പ്രയോഗം, ചുക്ക് പൊടിച്ചത് അല്പം എടുത്ത് അതിൻ്റെ കൂടെ തേനും ചേർത്ത് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അത് നമ്മൾ ഏത് മരുന്നുകളായാലും ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് 7 ദിവസം കഴിച്ചു കഴിഞ്ഞ് നമ്മളൊരു 3-4 ദിവസം ഗ്യാപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും 7 ദിവസം തുടരുക. അങ്ങനെ 1 മാസത്തോളം ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. രണ്ടാമത്തത്, തുളസിക്കുരു ശേഖരിച്ച് വെക്കുക. അത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കി പൊടിച്ച് വെക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ അല്പം തേങ്ങാപ്പാൽ ചേർത്തിട്ട് കഴിക്കുക. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 ദിവസം കഴിക്കുക, 2-3 ദിവസം ഗ്യാപ്പ് ഇടുക, പിന്നെയും 7 ദിവസം തുടരുക. അടുത്തത്, ഏലത്തരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ല ഓർഗാനിക്കായിട്ടുള്ള ഒരു രാസവളങ്ങളും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഏലത്തരി പൊടിച്ചത് 1 ടീസ്പൂൺ എടുത്ത് അതിലല്പം തേൻ ചേർത്ത് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ഉപയോഗമൊക്കെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനിയൊന്ന് ചന്ദനമാണ്. ചന്ദനം വളരെ കോസ്റ്റ്ലി ആണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാൻ വരുന്നത്. ചന്ദനത്തിൻ്റെ ചെറിയ ചീളുകൾ, ഒറിജിനൽ ചന്ദനത്തിൻ്റെ ചെറിയ ചീളുകൾ നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് കുറച്ച് കളക്ട് ചെയ്ത് നിങ്ങൾ അത് ഒന്നില്ലെങ്കിൽ പൊടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് അരച്ചെടുക്കുക. എന്നിട്ട് അത് അല്പം നെല്ലിക്കാനീരിൽ ചേർത്ത് 1 ടീസ്പൂൺ എടുത്താൽ മതിയാവും. അല്പം നെല്ലിക്കാനീരിൽ ചേർത്ത് നിങ്ങൾ ഇതുപോലെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ യാത്രാവേളകളിൽ ഉണ്ടാകുന്ന അമിതമായ ഛർദി, നമുക്ക് എന്ത് ചെയ്തിട്ടും പരിഹരിക്കാൻ പറ്റാത്ത ഛർദിക്ക് നല്ലൊരു പരിഹാരമാവും. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കൂ. എൻ്റെ സർക്കിളിലുള്ള പലരും ഉപയോഗിച്ചിട്ട് അതിന് 100% റിസൾട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്.